ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കേസരി റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു പൈനാപ്പിൾ കേസരിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. 100 ഗ്രാമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഗീയും പഞ്ചസാരയുമാണ്. അപ്പോൾ ഗീ 5 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. ഇതിലേക്ക് ഇത് 750 ഗ്രാം റവയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് റവയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണിത്. 2 പൈനാപ്പിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 പൈനാപ്പിൾ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇവിടെ ഒരു പാത്രം വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗീ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാഷ്യൂ നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്കിതിൽ കുറച്ച് ഗീ ഒന്ന് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നന്നായിട്ട് ഇതിലിട്ട് റോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റവ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു 10 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് റവ വേവുന്ന രീതിക്ക് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ട് കൊടുക്കുകയും വേണ്ടത്. റവ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ മാറിയത് കാണാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ച പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ ചെറുതായിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മൾ ഇത് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ച ഗീ ആണ്. അതിൽ കൂടി 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലൊഴിച്ചു കൊടുത്ത ഗീയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവ എടുത്ത അതേ ബൗളിൽ തന്നെയാണ് ഞാൻ വെള്ളവും എടുത്തിട്ടുള്ളത്. സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് റവയും പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റി ഡ്രൈ ആകുന്ന രീതിക്ക് നന്നായിട്ടിത് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതവിടെ കേസരി ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ആവണം നമ്മുടെ കേസരി. വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ കിട്ടണം. ബട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.